പാതിവഴിയിൽ കിടന്ന വീട് നിർമ്മാണം ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ തണലിൽ പൂർത്തിയായതോടെ സാജുവിനും കുടുംബത്തിനും തലചായ്ക്കാൻ ഇടമായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 2-ാം വാർഡ് കാക്കാഴം കിഴക്ക് കൃഷ്ണകൃപയിൽ സാജു ഷീന ദമ്പതികളുടെ വീടെന്ന സ്വപ്നമാണ് പൂവണിഞ്ഞത്. നിർമ്മാണം പാതിവഴിയിൽ കിടന്ന വീട് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ എന്ന ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ കരുതലിൽ പൂർത്തിയായതോടെ അമ്പലപ്പുഴ സ്വദേശി സാജുവിനും കുടുംബത്തിനും തലചായ്ക്കാനൊരു ഇടമൊരുങ്ങിയിരിക്കുകയാണ്. അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് കാക്കാഴം കിഴക്ക് കൃഷ്ണകൃപയിൽ സാജു ഷീന ദമ്പതികളുടെ വീടെന്ന സ്വപ്നമാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ ഇടപെടലിൽ പൂവണിഞ്ഞത്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച 4 ലക്ഷം രൂപ കൊണ്ട് വീട് നിർമ്മാണം ഇവർ ആരംഭിച്ചെങ്കിലും പാതിവഴിയിലാകുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു രോഗിക്ക് മരുന്നുമായി ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് ഈ പരിസരത്ത് എത്തുന്നത്. കുടുംബത്തിന്റെ ദുരവസ്ഥ നേരിട്ട് കണ്ട ഷാജി കെ ഡേവിഡ് ഇവരെ സഹായിക്കാൻ മുൻകൈയെടുക്കുകയായിരുന്നു. തുടർന്ന് കരുതലിന്റെ കൈത്താങ്ങിൽ ശേഷിച്ച നിർമ്മാണവും കൂടി പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തി. +2-നും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കളാണ് സാജു ഷീന ദമ്പതികൾക്കുള്ളത്. തങ്ങളുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഷാജി കെ ഡേവിഡിന്റെ ചിത്രം കലാകാരൻ കൂടിയായ ഷിനുവിന്റെ മകൻ വരച്ച് കൈമാറി. ഞാൻ കാക്കാഴം അമ്പലപ്പുഴയാണ്. കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 82-ാമത്തെ വീടാണ്. 82-ാമത്തെ വീട് പരിപൂർണമായി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയ്തു കൊടുത്ത വീടല്ല, ലൈഫ് പദ്ധതിയിലുള്ള വീടായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് പൂർത്തീകരിച്ച വീടാണ്. ഈ പറഞ്ഞ പോലെ വണ്ടി സാധനങ്ങളൊന്നും ചെല്ലാത്ത തോടിൻ്റെ സൈഡിലുള്ള ഒരു വീട്. അദ്ദേഹത്തിൻ്റെ വലിയ മേശരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ടാണ് ഗവൺമെൻറ്റിന് കിട്ടിയ 4 ലക്ഷം രൂപ കൊണ്ട് ആ വീട് വാർത്തിട്ടു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. ആ മനുഷ്യൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യവും കിട്ടുന്ന പൈസ ഷാപ്പിലും മറ്റുള്ള സ്ഥലങ്ങളൊന്നും ചില നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീട് മോടെ മരുന്ന് കൊടുക്കാൻ വേണ്ടി സജിത പറഞ്ഞപ്പോൾ സജിതയുടെ മോനാണിത്. ഈ സജിതയുടെ മോനാണ് എന്നെ അമ്പലപ്പുഴ ഈ പ്രദേശത്ത് എത്തിക്കാറുക. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഭിന്നശേഷിയിൽപ്പെട്ടാണ്. ഇപ്പോൾ വർഷം എടുക്കലായി. ആ കുഞ്ഞാണോട് എന്നോട് എത്തിക്കാൻ കാരണം. അപ്പോൾ ഈ വീട് ഇത്ര രസകരമായിട്ട് ഈ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചു. അവരുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം. ഇന്ന് ഇങ്ങനെ 82-ാമത്തെ വീട് ഒരു കുടുംബം ഗൃഹപ്രവേശനം നടത്തി താമസിക്കുമ്പോൾ 90-ാമത്തെ വീടിന് വേണ്ടിയുള്ള സൽക്കാരം രാവിലെ 10 മണിക്ക് വെട്ടത്തുമുക്ക് ആരംഭിക്കുകയാണ്. ഈ സമയങ്ങളിലൊക്കെ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ വല്ലാതെ സഹായിക്കുകയും സഹായിക്കുകയും ചേർത്ത് നിൽക്കുന്ന നല്ല സുഹൃത്തുക്കളോടും ഒക്കെ നന്ദി അറിയിക്കുന്നു. മനോരമയിലെ ബൈച്ചേട്ടനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ആദ്യം വീട്ടിൽ വന്നത്. ഇത് പള്ളിപ്പാട് പഞ്ചായത്തിൻ്റെ മെമ്പർ ബിജുവാണ്, എൻ്റെ സുഹൃത്താണ്. CD നെറ്റ് ന്യൂസ് ഹരിപ്പാട്.